ഹായ് വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അതും ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഡെസേർട്ടാണിത്. ഒരുപാട് നാളായിട്ട് കുറെ പേര് എന്നോട് പറയുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഡെസേർട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് എന്തുകൊണ്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഡെസേർട്ടിന്റെ പരുവത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോ ഇവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ അത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇതിപ്പോ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ്. പിന്നെ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡാണ്. പിന്നെ ബ്രോക്കൺ വീറ്റ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എന്ന പാക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ അതന്നെ യൂസ് ചെയ്യുക. നുറുക്ക് ഗോതമ്പ് എന്നുള്ളത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് മധുരമായി പോകും. അപ്പോൾ ഇത് പാകത്തിലാണ് 1/4 കപ്പ്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിലേക്ക് 1/4 കപ്പ് ധാരാളമാണ് പഞ്ചസാര. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടി ചേർക്കാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഏലക്ക ഇതുപോലെ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഡെക്കറേഷൻ ആയിട്ട് ഞാൻ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ അല്പം കൂടി കൂടുതൽ പഞ്ചസാര എടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അത്യാവശ്യമുള്ള ചേരുവകൾ. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഞാൻ നല്ല സ്വീറ്റ് കോക്കനട്ട് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത്. ഞാൻ സാഗോ പുഡിംഗ്, അതായത് ചവ്വരി കൊണ്ടുള്ള പുഡിംഗ് തയ്യാറാക്കുന്നതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റെസിപ്പിയിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം സ്ട്രോബെറിയും കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇതുപോലെ സ്ട്രോബെറി അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടമാവും ഏത് ഡെസേർട്ട് ആണെങ്കിലും. അപ്പോൾ ഞാൻ അല്പം കളർഫുൾ ആവാനും അതുപോലെ നല്ല ടേസ്റ്റിയാണ് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. കഴിയുമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓപ്ഷണൽ ആണ് ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഈ ഗോതമ്പ് നുറുക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഗോതമ്പ് നുറുക്ക് മാത്രം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് ഗോതമ്പ് നുറുക്ക് സോക്ക് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണം. അത് കുക്കായി കിട്ടണമെങ്കിൽ. അപ്പോൾ 1 കപ്പിലേക്ക് 3 കപ്പ് വെള്ളം വേണം. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം വെള്ളം 3 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഏലക്ക 2 എണ്ണവും അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇതൊരു 4 വിസിൽ വരുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് കുക്ക് ആവട്ടെ. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഡെക്കറേഷൻ നിങ്ങളിത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ തേങ്ങ കൊണ്ടുള്ളത് ഞാൻ സാഗോ പുഡിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചെരുവിയതും ഒരു 1/4 കപ്പ് തേങ്ങ ചെരുവിയതും മതി. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അത് കുക്കായി വരുന്നത് വരെ തന്നെ ഇത് എടുക്കും ഈ ഒരു റോസ്റ്റിങ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടുള്ള ഒരു പാൻ, നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് പഞ്ചസാരയും അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതി. അതും കൂടി ചേർത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്യാൻ. എന്നാലേ നല്ല ഗോൾഡൻ കളർ ആയിട്ടും അത് ടേസ്റ്റ് മാറാതെ ഗോൾഡൻ കളർ ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അതിന് പകരം ഈ പാന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് നുറുക്കും ഇപ്പൊ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 4 വിസിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട്. അധികം ഒന്നും വെള്ളമില്ല ബാക്കി. ഇനി ബാക്കിയുള്ള വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. അതിന് മുന്നേ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഏലക്കയാണിത്. അത് നമുക്ക് മാറ്റി വെക്കണം. അത് ആവശ്യമില്ല ഇതിലേക്ക്. അതിന്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടിയാൽ മതി. അപ്പൊ ഞാനിപ്പോ അതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ മൊത്തത്തിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മളുടെ പഞ്ചസാര ഇപ്പൊ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കാരമൽ ഒന്ന് ഹാർഡ് ആയി പോകും. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതിൽ അലിഞ്ഞു പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധാ വെള്ളത്തിന് പകരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ്. അങ്ങനെ വരുമ്പോൾ ഒന്ന് വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊക്കെ കയ്യിലേക്കൊന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട് കാരമല്. അപ്പോൾ അതുകൊണ്ട് വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കുക. എന്തുകൊണ്ടും നല്ലത് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൽ അലിഞ്ഞു പോയിക്കോളും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് വേവിച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഈ വേവിച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പും നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോ ഈ നുറുക്ക് ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒട്ടും തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. നന്നായിട്ട് കുക്ക് ആവണം. ഇതിപ്പോ നമ്മളിപ്പോ ഇതിലെ വെള്ളം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുള്ളത്. നമ്മൾ ഡ്രെയിൻ ചെയ്യാതെ ആ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ വറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ 3 കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. 4 കപ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളമായി പോവും. അതായത് 1 കപ്പ് ഗോതമ്പ് നുറുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 3 കപ്പ് വെള്ളം മതി. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാനിന്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡെസേർട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ പുഡിങ്ങിന്റെ ട്രേയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് കൊണ്ട് അല്പം ഇതിന്റെ സൈഡും അകത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് നുറുക്ക് കാരമൽ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈവൻ ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സ്പാറ്റിൽ അല്പം നെയ്യ് തടവിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പാറ്റിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് സ്പൂണിൽ അല്പം നെയ്യ് തടവിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഡെക്കറേഷൻ ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. നിർബന്ധമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മളിപ്പോൾ കാരമൽ ചെയ്തുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഡെസേർട്ടിൽ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് അല്പം ഈ സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്ട്രോബെറി ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് യൂസ് ചെയ്യാം. ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിന്റെ മുകളിൽ അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സ്ട്രോബെറി ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് ഇതിന്റെ കൂടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഒട്ടും തന്നെ നിർബന്ധമില്ല. വെറും കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്താലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഡെസേർട്ട് ഗോതമ്പ് നുറുക്ക് വെച്ചുള്ള ഡെസേർട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടിയിട്ടും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഒരു 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒരു പുഡിങ്ങിന്റെ പരുവത്തിലാണ് നമ്മളിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി സ്ലൈസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നല്ല അടിപൊളി ഡെസേർട്ടാണ്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അല്പം ഈ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡെസേർട്ടാണ്. ഗോതമ്പ് നുറുക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്, ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിഷ്ടമായത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഐഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. താങ്ക്